ഹലോ, ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഓണായിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ പോയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ ഓണമൊക്കെ ആകുമ്പോൾ അത്തനഗർ അങ്ങ് വരുന്നു. ഈനുവിനെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പോയത്. അവൻ്റെ ഫസ്റ്റ് ഓണാണല്ലോ. പക്ഷേ ആൾ ഉറക്കം പിടിച്ചായിരുന്നു. ഞങ്ങൾ നേരമില്ലാത്ത നേരത്ത് അവനെയും കൊണ്ട് പോയിട്ട് ഉറങ്ങിയത് ചിലപ്പോൾ ചെറുതായിട്ടൊരു ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ അവനെ കുത്തിപ്പൊക്കി. എണീറ്റപ്പോഴത്തേക്കും അവൻ ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾ കുറച്ച് ഹാപ്പിയായി. നോർമലി ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെയൊന്നും അല്ല. അവിടെ കുറേ ഷോപ്പും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കും കളിക്കാം കേട്ടോ. പക്ഷേ ഈനും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിലും കയറാൻ പറ്റില്ലായിരുന്നു. അവൻ കയറാറായിട്ടില്ലല്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് ആരും ഫ്രീ അല്ലാത്തതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഈനുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് കയറായിരുന്നു. എവിടെയും കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടം മാറ്റി ഞങ്ങൾ ഗുണ കേവിലാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് അതിനകത്തേക്കൊക്കെ കയറി. ചുറ്റും ഇരുട്ട്. അപ്പോൾ ഈനും അത് കണ്ടിട്ട് കരയും എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ നോ മൈൻഡ്. ഇതാണ് സുഭാഷ് വീണ കുഴി. അതിനകത്ത് ചുറ്റുരുട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ആയിട്ട് കുറേ ആനിമൽസൊക്കെ ഉണ്ട്. എല്ലാവരും അത് കാണുന്നതിനിടയിൽ ഈനുവിൻ്റെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല. അവിടെ വോളിലൊരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഞങ്ങളത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് പണ്ട് ഈ ഫാൻ കാണുന്നത് ഇങ്ങനെ വോളിൽ കറങ്ങണ കാണാൻ അവന് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഈ ആനിമൽസിനൊക്കെ കാണിച്ച് കുറേ കുട്ടികൾ ഇതിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അതിനെ പിടിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. എന്തോ ഇവന് പേടിയൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് തോന്നി. മേ ബി കുറച്ചും കൂടെ ഏജ് ആകുമ്പോഴായിരിക്കും ആ പേടിയൊക്കെ തോന്നുക. പിന്നെ ചില ധൈര്യവാന്മാർ അതിൻ്റെ വായിൽ കൈയിടാനൊക്കെ നോക്കണുണ്ടായി. ഒരു ഓണമൊക്കെ ആകുമ്പോൾ ഫാമിലിക്ക് ആയിട്ട് ജസ്റ്റ് പോയി ഒന്ന് കറങ്ങാനൊക്കെ കൊള്ളാം. ഞങ്ങൾ ഈ ഗുണ കേവ് മറൈൻ ഡ്രൈവിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് ഷോപ്പിലൊക്കെ പോയി. ഈനും അവിടെ പോയിട്ട് അവൻ തന്നെ ഒരു ടോയ് സെലക്ട് ചെയ്ത് അവന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നോർമലി നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ വാങ്ങാറുള്ള ബജിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.